1947. ഈ വർഷം കേൾക്കുമ്പോൾ തന്നെ ഏതൊരു ഇന്ത്യക്കാരന്റെയും മനസ്സിലേക്ക് ആദ്യം തന്നെ എത്തുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം എന്നുള്ളത് തന്നെയായിരിക്കും. തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ ഈ ഒരു വർഷത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിൽ സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന മറ്റൊരു ദുരൂഹമായ സംഭവം കൂടിയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് നോക്കാം. പ്രേതങ്ങളെ പറ്റി പേടിയുള്ളവർ, അല്ലെങ്കിൽ പ്രേതങ്ങളെ പേടിയുള്ളവർ, സ്കേറി ആയിട്ടുള്ള സ്റ്റോറീസിനെ പേടിയുള്ളവർ ഈ കഥയിൽ നിന്നും കുറച്ചൊന്ന് മാറി നിൽക്കുക. സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ആണ്. നമ്മൾ നേരത്തെ ഈ കഥയിലേക്ക് കിടക്കുകയാണ്. അപ്പം 1947 ജൂൺ ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു കഥയാണ്, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, മലാക്ക ഉൾക്കടൽ അല്ലെങ്കിൽ മലാക്ക കടൽ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത്, അല്ലെങ്കിൽ ആ ഒരു കടലിന്റെ ഭാഗങ്ങളിൽ ഒരു കപ്പൽ പാതയുണ്ട്. ചരക്ക് നീക്കത്തിനായിട്ടുള്ള ഒരു കപ്പൽ പാത ഈ മലാക്ക കടലിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പം 1947 ജൂൺ കാലഘട്ടത്തില് ഈ മലാക്ക കടലിലൂടെ, ഈ മലാക്കയിലെ ചരക്ക് നീക്കം നടക്കുന്ന കപ്പൽ പാതയിലൂടെ ഒരു കപ്പൽ അങ്ങ് കടന്നു പോവുകയാണ്. ഔറംഗ് മെദാൻ എന്ന് പറയുന്ന ഒരു കപ്പൽ ഈ പാതയിലൂടെ കടന്നു പോവുകയുണ്ടായി. ഓക്കെ, അപ്പം പൊടുന്നനെ തന്നെ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കപ്പലിൽ നിന്നും ഒരു SOS സന്ദേശം വരികയാണ്. SOS സന്ദേശം എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ വരുന്ന SOS സന്ദേശമല്ല. നമ്മുടെ ഫോണുകളിലൊക്കെ SOS സന്ദേശം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു അപകട സാഹചര്യങ്ങളിൽ മാത്രമാണ് SOS സന്ദേശം അയക്കുന്നത്, അല്ലെങ്കിൽ അത് അയക്കപ്പെടുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് അത് സ്വയം ഡിറ്റക്ട് ചെയ്തും SOS അയക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മാനുവലി നമുക്ക് SOS അയക്കാൻ പറ്റും. അപ്പം ഈ SOS സന്ദേശം ഈ ഔറംഗ് മെദാൻ കപ്പലിൽ നിന്ന് മറ്റ് കപ്പലുകളിലേക്ക്, ചുറ്റുപാടുമുള്ള കപ്പലുകളിലേക്കും കരയിലേക്കും ഒക്കെ SOS സന്ദേശം പുറപ്പെടുകയാണ് പൊടുന്നനെ. അതായത് കപ്പലിലുള്ളവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ, കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ, അല്ലെങ്കിൽ അവിടെയുള്ള അതിലുള്ള ആളുകളുടെ ജീവൻ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ മാത്രമേ ഈ SOS സന്ദേശം പുറപ്പെടുവിക്കാറുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനപ്പുറമുള്ള ഒരു പ്രശ്നമാണെങ്കിൽ മാത്രമാണ് ഈ SOS സന്ദേശം സാധാരണഗതിയിൽ പുറപ്പെടുവിക്കാറ്. അപ്പം പൊടുന്നനെ ഈ കപ്പലിൽ നിന്നും ഒരു SOS സന്ദേശം പുറപ്പെടുകയാണ്. ഏത്? നമ്മുടെ ഔറംഗ് മെദാനിൽ നിന്നും ഒരു അപകട സൂചന നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ തങ്ങൾ അപകടത്തിൽ പെട്ടു എന്നറിയിക്കപ്പെടുന്ന ഒരു SOS സന്ദേശം ഉടനെ അങ്ങ് പുറപ്പെട്ടു. അപ്പൊ ചുറ്റുപാടുമുള്ള കപ്പലുകളിലേക്കെല്ലാം ഇത് എത്തപ്പെട്ടു. അപ്പം എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സന്ദേശം ലഭിച്ച ഉടനെ സിൽവർ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു കപ്പൽ ഈ ഔറംഗ് മെദാന്റെ കപ്പൽ പാതയിലൂടെ, അല്ലെങ്കിൽ ഔറംഗ് മെദാനിന് ഏറ്റവും അടുത്ത് അതിന്റെ സമീപം കടന്നു പോയിക്കൊണ്ടിരുന്ന സിൽവർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു കപ്പൽ ഈ SOS സന്ദേശം ലഭിച്ചതിന്റെ പേരിൽ അവിടേക്ക് എത്തുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നറിയാനും, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടവരെ രക്ഷാപ്രവർത്തനം നടത്തി രക്ഷിക്കുന്നതിനുമായിട്ട് ഈ സിൽവർ സ്റ്റാർ കപ്പൽ അതിവേഗം അങ്ങോട്ടേക്ക് കുതിച്ച് ചെല്ലുകയാണ്, പാഞ്ഞെടുക്കുകയാണ്. അപ്പം സിൽവർ സ്റ്റാർ അവിടെ എത്തിയപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, ഔറംഗ് മെദാൻ കപ്പൽ അവിടെ ഉണ്ട്, സംഭവം ശരിയാണ്, കപ്പൽ ദേ കിടക്കുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഈ സിൽവർ സ്റ്റാറിലെ ക്രൂവ് ആ കപ്പലിലേക്ക്, ഔറംഗ് മെദാനിലേക്ക് അങ്ങ് ബോർഡ് ചെയ്തു. അവരകത്തേക്ക് കയറി. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവർ കണ്ട കാഴ്ച വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു, നടുക്കുന്നതായിരുന്നു. ആരുടെയും ഉള്ളിൽ തട്ടി അവരെ പേടിപ്പിക്കും വിധമുള്ളൊരു കാഴ്ചയായിരുന്നു അവരവിടെ കണ്ടത്. അതായത് ഔറംഗ് മെദാനിലെ ക്രൂ മൊത്തം, അതിലെ സകലമാന ക്രൂ, സ്റ്റാഫ് എല്ലാവരും തന്നെ മരണപ്പെട്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും ചിതറിക്കിടക്കുന്ന ഡെഡ് ബോഡികൾ മാത്രം, എവിടെയും ശവശരീരങ്ങൾ മാത്രം. അതിലുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പല മൃതദേഹങ്ങളുടെയും കണ്ണുകൾ വളരെയധികം മിഴിച്ചു തുറന്നിരുന്നു. അതായത് നമ്മൾ എന്തെങ്കിലും കണ്ട് പേടിക്കത്തില്ലേ? നമ്മൾ എന്തെങ്കിലും കണ്ട് പേടിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ മിഴിച്ചു വരും ഇല്ലേ? അത് ആ ഒരു വികാരത്തിന്റെ, അല്ലെങ്കിൽ ആ ഒരു പേടി എന്ന് പറയുന്ന ഒരു സംഭവം തട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് അത്രയും കണ്ണുകൾ മിഴിച്ചു വരുന്നത്. അപ്പം അതേപോലെ എന്തോ കണ്ട് പേടിച്ചതുപോലെ, അല്ലെങ്കിൽ എന്തോ കണ്ട് ഭയന്ന് ഹാർട്ട് അറ്റാക്ക് ഒന്ന് തട്ടിപ്പോയതുപോലെ എല്ലാവരുടെയും, അതിൽ പലരുടെയും കണ്ണുകൾ വളരെയധികം തുറന്നു വീഴ്ചയിരുന്നു. അവർ ആ അവസ്ഥയിലാണ് മരണപ്പെട്ടിരിക്കുന്നത്. ശവശരീരങ്ങളുടെ കണ്ണ് അതേപോലെ തുറന്നു കിടക്കുകയായിരുന്നു. അത് വെറുതെ തുറന്നു കിടക്കുകയല്ല, അങ്ങനെ അത്ഭുത ഭാവത്തോടെ, അല്ലെങ്കിൽ ഭയാനകമായ ഒരു ഭാവത്തോടെ മിഴിച്ചു നിൽക്കുകയായിരുന്നു. അപ്പം ഔറംഗ് മെദാനിലേക്ക് കയറിയ ക്രൂ ഇത് കണ്ട് ഞെട്ടിത്തരിക്കുകയാണ്. ഇവർക്ക് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. വീണ്ടും ഒരു ദീർഘമായിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തിയെങ്കിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിലൊരു ശവശരീരത്തിന്റെ പോലും, അല്ലെങ്കിൽ ഇതിലൊരു ഡെഡ് ബോഡിയുടെ പോലും ദേഹത്ത് ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല, ഒരു പോറല് പോലും ഏറ്റിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് ഇവർ മരണപ്പെട്ടത്? ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ ഔറംഗ് മെദാനിന്റെ ഈ ഒരു ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ബോയിലർ റൂം ഉണ്ട്, താപനില കൺട്രോൾ ചെയ്യുന്ന ബോയിലർ റൂം ഉണ്ട്. അപ്പം ഈ ക്രൂ, നമ്മുടെ സിൽവർ സ്റ്റാറിലെ ക്രൂ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ, ഈ ടെമ്പറേച്ചറിന്റെ വ്യത്യാസം കൊണ്ട് വല്ലതും ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ബോയിലർ റൂമിലേക്ക് എത്തുകയാണ്. ബോയിലർ റൂമിലേക്ക് എത്തി അത് നിരീക്ഷിക്കുകയാണ്. അപ്പൊ ഏകദേശം 50 ഡിഗ്രി താപനിലയിലാണ് ബോയിലർ റൂം അപ്പൊ ഉള്ളത്. എന്നിട്ട് പോലും അവർക്ക് ആ ഒരു ചൂടറിയാൻ കഴിയുന്നില്ല. അപ്പോഴും ആ ബോയിലർ റൂമിനുള്ളിൽ പോലും തണുത്ത് വിറച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു സിൽവർ സ്റ്റാർ ക്രൂ. അത്രയധികം തണുപ്പ് അവിടെ ഉണ്ടായിരുന്നു. അന്തരീക്ഷത്തിൽ മാത്രമല്ല, കപ്പലിന്റെ പുറം ഭാഗങ്ങളിൽ മാത്രമല്ല, ഈ 50 ഡിഗ്രി സെൽഷ്യസിൽ നിൽക്കുന്ന ബോയിലർ റൂമിൽ പോലും നല്ല കോരിച്ചൊരിയുന്ന, അല്ലെങ്കിൽ നല്ല കിടുകിടാ വിറയ്ക്കുന്ന രീതിയിലുള്ള തണുപ്പ് അവർക്ക് അനുഭവപ്പെട്ടു.
അപ്പം ഇവർക്ക് എന്തോ ഒരു പന്തികേട് മനസ്സിലായി. ഇവർ പൊടുന്നനെ തന്നെ ഈ ഔറംഗ് മെദാനിൽ നിന്നും സിൽവർ സ്റ്റാർ കപ്പലിലേക്ക് തിരിച്ചു കയറുകയാണ്. അതിനുശേഷം ഇവർ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരു സ്ഫോടനം, പൊടുന്നനെ ഒരു സ്ഫോടനം ഈ ഔറംഗ് മെദാൻ ഉണ്ടാകുകയാണ്. ഔറംഗ് മെദാൻ കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താണ് പോവുകയാണ്. അപ്പം ഇങ്ങനെ ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ ഏതൊരു വ്യക്തിക്കും ആശ്ചര്യവും ഉള്ളിൽ ഭയവും ഉണ്ടാക്കുന്ന ഒരു കഥയാണ്. ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ഇന്റർനെറ്റുകളിൽ ഇങ്ങനെ കിടന്ന് തപ്പിക്കളിക്കുന്ന അല്ലെങ്കിൽ ചുറ്റിക്കറങ്ങുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഔറംഗ് മെദാന്റെ കഥ. ഔറംഗ് മെദാൻ എന്നൊരു കപ്പലിനെ പറ്റിയും അല്ലെങ്കിൽ ഇത് മുങ്ങിത്താണതിനെ പറ്റിയും ഈ പറയുന്ന സിൽവർ സ്റ്റാറിനെ പറ്റിയും ഒക്കെ പലയിടങ്ങളിലും പരാമർശമുണ്ട്. ഇത് അറിയപ്പെടുന്നത് തന്നെ, ഔറംഗ് മെദാൻ അറിയപ്പെടുന്നത് തന്നെ ഒരു സ്കേറിയസ്റ്റ് ഷിപ്പായിട്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ഗോസ്റ്റ് ഷിപ്പായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഒരു പ്രേത കപ്പൽ, മനസ്സിലായോ? ഒരു വളരെ ഭയാനകമായ ഒരു പ്രേത കപ്പൽ എന്ന രീതിയിലാണ് ഔറംഗ് മെദാൻ അറിയപ്പെടുന്നത്. കാരണം ഒരു ബാക്കി പത്രവും ഇല്ലാതെ, ഒരു തെളിവുകളും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു അപകടത്തിന്റെ ഒരു കണിക പോലും അവശേഷിപ്പിക്കാതെ, ഒരു സ്ക്രാച്ച് പോലും ഇല്ലാതെ ഒരുപാട് വ്യക്തികൾ, അതിലെ ഫുൾ ക്രൂ മരണപ്പെട്ടിരിക്കുകയാണ്. പലരുടെയും കണ്ണ് വളരെയധികം വിളിച്ചിരിക്കുകയാണ്. എന്തോ കൊണ്ട് ഭയപ്പെട്ടതിന്റെ സാക്ഷികളായിട്ട് ബാക്കി പത്രമായിട്ട് അവരുടെ മൃതശരീരങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇത് ഈ ഔറംഗ് മെദാനെ ഒരു ഗോസ്റ്റ് ഷിപ്പായിട്ട് പറയപ്പെടുന്നതിനും അല്ലെങ്കിൽ വളരെ സ്കേറി ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ട് ഇതിനെ മാറ്റുന്നതിനും ഈ സമൂഹത്തിൽ വളരെ ഒരു പ്രാധാന്യം വഹിച്ചൊരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ അതേസമയം നമ്മൾ ഈ ഔറംഗ് മെദാനിന്റെ സ്റ്റോറിയുടെ എന്താ പറയുക ആധികാരികത അല്ലെങ്കിൽ ഇതിന്റെ ഒരു ലോജിക്കൽ സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ എവിടെയും തന്നെ, ഓൺലൈനിലൊന്നല്ല ഇന്റർനെറ്റിലൊന്നല്ല, എവിടെയും തന്നെ ഇങ്ങനെ ഒരു ഷിപ്പിന്റെ ആധികാരികതയെ പറ്റിയോ ഈ ഒരു സ്റ്റോറിയുടെ ആധികാരികതയെ പറ്റിയോ എവിടെയും പറയുന്നില്ല. ഇങ്ങനെ ഒരു ഷിപ്പ്, ഔറംഗ് മെദാൻ എന്ന ഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന് തെളിവ് പോലും ഒരിടത്തും ലഭ്യമല്ല. ഇത് ഒരു മിത്തായിട്ട്, ഒരു കെട്ടുകഥ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പരക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഇങ്ങനെയുള്ള സ്റ്റോറികൾ കേൾക്കുമ്പോൾ നമുക്കൊരു താല്പര്യം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു താല്പര്യത്തിന്റെ പുറത്താണ് കെട്ടുകഥ ആയിക്കോട്ടെ റിയാലിറ്റി ആയിക്കോട്ടെ ഈ ഒരു സ്റ്റോറി ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. നിങ്ങളുടെ എന്താ പറയുക ഔചിത്യം അനുസരിച്ച് നിങ്ങൾക്കത് വിശ്വസിക്കാതിരിക്കാം. പക്ഷെ ഇതിന്റെ ഒരു റിയാലിറ്റി സൈഡ്, പ്രാക്ടിക്കൽ സൈഡ്, ലോജിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റോറിയെ പറ്റിയോ അല്ലെങ്കിൽ ഔറംഗ് മെദാൻ ഒരു ഷിപ്പിനെ പറ്റിയോ ഇതിന്റെ എക്സിസ്റ്റൻസിനെ പറ്റിയോ ഒരിടത്തും ഒരു തെളിവുമില്ല, എവിടെയും അത് തെളിയിച്ചതായിട്ട് പറയുന്നില്ല. ഇപ്പോഴും അതൊരു മിസ്റ്ററി ആയിട്ട് വെറും ഒരു കെട്ടുകഥ അല്ലെങ്കിൽ ഒരു മിത്ത് എന്ന രീതിയിൽ മാത്രമാണ് പ്രചരിക്കുന്നത്. എങ്കിൽ പോലും ഔറംഗ് മെദാൻ എന്നൊരു സ്റ്റോറി നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.